ആസിഫ് അലി ഫാൻസ് താഴെ വന്ന് കമന്റ് ചെയ്യണം, ബഹളം ഉണ്ടാക്കണം, എടുത്തോണ്ട് പോണം ഈ വീഡിയോ. കാരണം നമ്മളൊക്കെ ആസിഫ് അലി ഇഷ്ടപ്പെടുന്ന ഒരു ആളുകളാണ്. കാരണം വളരെ ജെന്യുവിനാണ്, വളരെ ഹമ്പിളാണ്, ആളുകളോട് പെരുമാറുന്ന ഒരു രീതിയുണ്ട്, മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കുന്ന രീതി. നമുക്ക് പറഞ്ഞത് ആസിഫ് അലി കണ്ണുകൊണ്ട് അഭിനയിക്കാൻ പറ്റിയ മലയാളത്തിലെ ഒരു നടൻ ഉണ്ടെങ്കിൽ അത് ആസിഫ് അലിയാണെന്നാണ്. ആസിഫ് അലിയുടെ കണ്ണുകളിൽ നിന്നാണ് ആസിഫ് അലി സിനിമയിൽ ഉണ്ടെന്ന് അറിയാത്ത ആളുകൾ അയാൾ തിരിച്ചത്. ക്യാമറയ്ക്ക് പുറകെ അഭിനയിക്കാൻ അറിയാത്ത ആളുമാണ്. അതെ അതെ, സത്യം, റിയലാണ്. ഞാൻ പലരും ഇങ്ങനെ പറയുന്നുണ്ട് ആസിഫിനെ ചിലപ്പോൾ വിളിച്ചാൽ എടുക്കൂല, ആള് റിയലാ, തിരക്കാണെ എടുക്കൂല. അപ്പോ ആസിഫ് അലിയെ പോലെ ഒരു വ്യക്തിയെ ഈ ബ്രാൻഡ് അംബാസിഡർ ആക്കി കൊണ്ടുവരാൻ നിങ്ങൾ തീരുമാനിച്ചപ്പോ നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന ഉദ്ദേശങ്ങൾ എന്തായിരുന്നു? ആസിഫ് അലി സത്യത്തിൽ ആസിഫ് നമ്മുടെ ബിസിനസ് ബേയിലുള്ള ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് ആസിഫാണ്. സത്യത്തിൽ ആസിഫിനെ ഞാൻ അന്ന് വിളിച്ചിട്ടില്ല. നമ്മൾ ഗോൾഡൻ വിസ ഒക്കെ കൊടുത്ത് ആസിഫ് രണ്ടാമതോ മൂന്നാമതോ ദുബായിൽ വരുന്ന സമയമാണ്. സത്യത്തിൽ അന്ന് തൃശയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. തൃശ നമുക്ക് വെരി ക്ലോസ് ആയിട്ടുള്ള ഒരാൾ. ആസിഫിനെ അറിയാം ഉദ്ഘാടനം ഉണ്ടെന്ന്. ഉദ്ഘാടനത്തിന് ആള് സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ദുബായിൽ വന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ട് പോലില്ല, നേരെ ഓഫീസിൽ വന്നു, തൃശന്റെ കൂടെ നിന്ന് റിബൺ കട്ട് ചെയ്ത് തന്നു എനിക്ക്. ഇതിലും കൂടുതൽ ഒരു ഫ്രണ്ടിനോട് ചെയ്യാൻ പറ്റുന്നതിൽ ബെസ്റ്റ് ആയിട്ട് ഞാൻ സത്യത്തിൽ ഉദ്ഘാടനത്തിന്റെ തിരക്കിൽ കുറച്ചായിട്ട് ബിസിയാണ്. ആള് വന്നു, ഫ്രണ്ട് സർക്കിളിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നു, നേരെ റിബൺ കട്ട് ചെയ്ത് തന്നു. മീഡിയക്ക് എന്താ പറയാ, ഒരു വലിയൊരു സ്പീച്ചും അബൌട്ട് അവർ കമ്പനി ഇന്നെ പറ്റിയിട്ടുള്ള ഭയങ്കര ഡയലോഗ്സും കാര്യങ്ങളും അത് വൈറലായി. അത്രയും കൂടുതൽ ചെയ്തെന്ന ഒരാൾക്ക് ഇതിലും ചെറിയൊരു സംഭവമല്ലേ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ എനിക്ക് എന്നുള്ള ഞാൻ അല്ലെങ്കിൽ നമ്മളൊരു ബ്രാൻഡ് അംബാസഡറിനെ കുറിച്ച് ആലോചിച്ചപ്പം തന്നെ ഫസ്റ്റ് വന്നത് ആസിഫ് അലിയാണ്. ആസിഫ് അലി എന്ന് പറയുന്ന വ്യക്തിയുടെ കുറെ പോസിറ്റീവ് ക്യാരക്ടർ നമ്മുടെ ബ്രാൻഡുമായിട്ട് മാച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ബ്രാൻഡ് അംബാസഡർ എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് എത്തിച്ചത്.